തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ CPM ജില്ലാ കമ്മിറ്റി. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ ബസ്സിൽ മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് ഭാഗ്യമെന്ന് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. മെമ്മറി ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ? മനസ്സിലായി. പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി. വെറുതെ ഞെട്ടണ്ട. ഫ്രോഡായിട്ട് നടന്നാ പോരാ, പണി പഠിക്കണം. മെമ്മറി കാർഡ് കിട്ടിയിരുന്നുവെങ്കിൽ പാർട്ടി കുടുങ്ങുമായിരുന്നു. വിഷയത്തിൽ സച്ചിൻ ദേവും മേയറും പക്വത കാണിച്ചില്ല. എന്റെ മനസ്സിൽ വേണ്ടാത്ത ഒരൊറ്റ ദുരിതാശങ്ങളുമില്ല. ഞാൻ വളരെ മാന്യനാണ്, പരിശുദ്ധനാണ്. കൈപോക്കാൻ അറിയാവുന്നവന്മാരൊക്കെ ഇവിടെ നേതാവല്ല. അവന്മാര് കൈ പൊക്കി നാട് പൊങ്ങാതായി. മേയറും കുടുംബവും നടുറോട്ടിൽ കാണിച്ചത് ഗുണ്ടായിസമെന്നും ജില്ലാ കമ്മിറ്റി വിമർശിച്ചു. സഖാവ് കൃഷ്ണപിള്ളയും അഴുക്കോടനും AKDയും EMS ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലെ ഇപ്പോഴത്തെ നേതാക്കന്മാരെ മുഴുവനും വെടിവെച്ച് കൊന്നിട്ട് അവര് വീണ്ടും ജയിലിൽ പോയത്. മേയറെ മാറ്റണം എന്ന ആവശ്യം മാത്രം ഉയർന്നു വന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ബാക്കി എന്തൊക്കെ പറയാൻ കഴിയുമോ അതെല്ലാം വിമർശന സ്വഭാവത്തിൽ തന്നെ CPMന്റെ മുതിർന്ന നേതാക്കൾ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. 3 ദിവസം നീണ്ടുനിന്ന നേതൃയോഗത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നയാൾ മേയർ ആര്യ രാജേന്ദ്രൻ തന്നെയാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ കൂടി നോക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. പക്ഷെ അന്ന് തൊട്ടേനും പിടിച്ചതിനൊക്കെ തെരഞ്ഞെടുക്ക. ഇന്ന് രാവിലെയും കിട്ടി കുറെ കാപ്പൂമ. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. ഗുഡ്. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ബസ്സിൽ മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് ഭാഗ്യമാണെന്നാണ് ഒരംഗം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞത്. ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. ലോകത്തുള്ള എല്ലാ ഗവേഷകന്മാരും സമ്മതിച്ചിട്ടുള്ള നഗ്ന സത്യമാണ്. മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതാണ് എന്ന് ചില അംഗങ്ങൾ വിമർശനമുയർത്തി. പൊതുജനങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്റെ പൊന്നോ, ഈ ക്ലൈമറ്റിലെ കുഴപ്പമാണെന്ന് അറിയില്ല. നീ ഈടെയായിട്ട് വളരെ ഇന്റലിജന്റ് ആയിട്ട് സംസാരിക്കുന്നു. ജനങ്ങൾക്കിടയിൽ പെരുമാറ്റം വലിയ രീതിയിൽ അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ സച്ചിദേവന്റെ പ്രകോപനം ജനങ്ങൾ കാണുമായിരുന്നു എന്ന് ഒരംഗം പറഞ്ഞു. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? രണ്ടുപേരും പക്വത കാണിച്ചില്ല എന്നുള്ളതാണ് അംഗങ്ങൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. ആഞ്ഞടിക്കുകയായിരുന്നു മേയർക്കെതിരെ സച്ചിൻ ദേവിനെതിരെയും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ. എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇതിനകത്ത് വരാൻ. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ കൈ കൊണ്ടുവന്ന് എന്താ വെച്ചാ എടുത്തോ, എന്നിട്ട് ഇറങ്ങാം. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.